നമസ്കാരം. ജിമെയിൽ ഉപഭോക്താക്കൾക്ക് അടുത്തിടെ കടുത്ത ഫിഷിംഗ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളതായി റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട്. പലരും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അവരുടെ അഭിമാനം അല്ലെങ്കിൽ നാണക്കേട് ഭയന്ന് പലരും ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയായാലും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഈ പാസ്വേഡ് മോഷ്ടിക്കപ്പെടുന്ന തട്ടിപ്പിൽപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് ആയാൽ പോലും നിങ്ങൾക്ക് ഒരാഴ്ച വരെ നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഞങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടത് ഇന്നാണെന്ന് കരുതും, എന്നാൽ ഇതിന് ഒരാഴ്ച മുൻപേ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാം എന്ന് പറയുന്നു. ഇതിനാവശ്യമായി വരുന്നത് എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു റിക്കവറി ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ അവരുടെ അക്കൗണ്ടിൽ സെറ്റ് ചെയ്തിരിക്കണം എന്നതാണ്. ഇല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് പോകും. മറിച്ച് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവറി വഴി ഒരാഴ്ച കൂടി അക്കൗണ്ട് യൂസ് ചെയ്ത് ഹാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടി സാധിക്കും. ഇതിന് വലിയൊരു തോതിൽ തന്നെയുള്ള ഒരു നിരീക്ഷണമാണ് നടക്കുന്നത്. ഇത് സെക്യൂരിറ്റി ചോദ്യങ്ങൾ ചോദിച്ച് യഥാർത്ഥ ഉപഭോക്താവാണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഈ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് നടത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവ കൂട്ടിച്ചേർക്കണമെന്നും കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങളുടെ മൊത്തം 180 കോടി ഉപഭോക്താക്കളെയും ഉന്നം വെച്ചുകൊണ്ടാണ് വളരെ സങ്കീർണമായ ഒരു ആക്രമണം നടക്കുന്നുണ്ട് എന്ന് ഗൂഗിൾ സ്ഥിരീകരിച്ചത്. ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയ പ്രസ്താവന പുറത്തുവരുന്നത്. ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമായ എതറിന്റെയും ഡെവലപ്പർമാരിൽ ഒരാളായ നിക് ജോൺസൺ ആണ് ആദ്യമായി ഫിഷിംഗ് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തത്. ജിമെയിലിൽ നിന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യാജ ഇമെയിൽ തന്നെ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജോൺസൺ ഇക്കാര്യം പുറത്തറിയിച്ചത്. അക്കൗണ്ട് ഉപേക്ഷിക്കണമെന്ന ഉത്തരവ് ഉടൻ തന്നെ നൽകുമെന്നായിരുന്നു ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ചിലരെ പ്രത്യേകം ഉന്നം വെച്ചുകൊണ്ടുള്ള തട്ടിപ്പിനെ കുറിച്ച് അറിയാമെന്നും പറഞ്ഞു. ജിമെയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഗൂഗിൾ വക്താവ് അറിയിച്ചത്. ഇതിനിടയിൽ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ക്രമീകരിക്കാൻ ഗൂഗിൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുക വഴി ഇത്തരത്തിൽ ഫിഷിംഗ് ആക്രമണങ്ങളിൽ നിന്നും വലിയൊരു അളവ് തന്നെ സംരക്ഷണം നേടാനാകുമെന്നും വക്താവ് അറിയിച്ചു. സന്ദേശത്തിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഗൂഗിളിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വെബ് പേജിലേക്കാണ് എത്തിയതെന്ന് ജോൺസൺ പറയുന്നുണ്ട്. ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാനായിരുന്നു ഈ പേജ് ആവശ്യപ്പെട്ടതെന്നും അവിടെ നിന്നായിരിക്കണം തട്ടിപ്പുകാർ നിങ്ങളുടെ ലോഗിൻ വിശദാംശങ്ങൾ കൈക്കലാക്കുന്നതെന്നും ജോൺസൺ പറയുന്നു. താൻ ലോഗിൻ ചെയ്യാൻ തയ്യാറായില്ല എന്നും ജോൺസൺ പറയുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപേ ഗൂഗിൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇത്തരത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണ് പ്രധാന പ്രശ്നമായി തന്നെ പറയുന്ന കാര്യം. അതുപോലെ തന്നെയാണ് അവരുടെ ഓരോ അപ്ഡേറ്റുകളും. പുതിയതും അത്യന്തം അപകടകരവുമായ സൈബർ ആക്രമണത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി ഗൂഗിൾ രംഗത്തുണ്ട്. ജിമെയിൽ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ സൈബർ ആക്രമണം. സുരക്ഷാ പരിശോധനകൾ മറികടക്കുന്ന ഫിഷിംഗ് ക്യാമ്പയിനുകളുടെ സ്വീകർത്താക്കളെ കബളിപ്പിച്ച് അക്കൗണ്ട് ക്രെഡൻഷ്യൽസിൽ കൈക്കലാക്കുന്ന പുതിയ തട്ടിപ്പിന്റെ ചുരുളഴിക്കുന്നതാണ് ഈ മുന്നറിയിപ്പ്. ഗൂഗിൾ പോലുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വരുന്നതായി തോന്നുന്ന ഇമെയിലുകൾ മറുപടി നൽകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഉപഭോക്താക്കളോട് ഗൂഗിൾ അഭ്യർത്ഥിക്കുന്നുണ്ട്.